വൈകുന്നേരം ആകുമ്പോൾ അതേ വീണ്ടും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അതേ പച്ചക്കറി വേണ്ടി പോണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങൾ വാങ്ങാനും കൂടി ഉണ്ടല്ലോ, അതുള്ളത് ഞാൻ വാങ്ങി. പിന്നെ കുറച്ച് സ്പെഷ്യലായിട്ട് ചക്കരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചായക്ക് അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് മാത്രം വാങ്ങിയിട്ടാ. എന്നിട്ട് കയ്യോടെ ഇതേ കഴുകിയിട്ട് അത് പുഴുങ്ങിയെടുക്കാനായിട്ടോ നോക്കണത്. ഞാനിങ്ങനെ പുഴുങ്ങാറ്. കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം ആവിയിൽ വേവിച്ചെടുത്ത ടേസ്റ്റ് ആണെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കത് ശീലമില്ല. ഞാൻ എപ്പോഴും പുഴുങ്ങണ പോലെ ഞാൻ കുക്കറിൽ വിസിലടിപ്പിച്ചിട്ട് പുഴുങ്ങിയെടുക്കട്ടെ ചെയ്തത്. പിന്നെ അതേ കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിൻഷേട്ടനാണെങ്കിൽ കളിക്കാൻ പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വിൻഷേട്ടൻ കളി കഴിഞ്ഞ് വരുന്ന നേരമാകുമ്പോഴേക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ കാത്തിരുന്ന് വെറുതെ കളി കഴിഞ്ഞ് വിൻഷേട്ടൻ എന്തോ ഒരു ആവശ്യത്തിന് ഫ്രണ്ട്സിന്റെ കൂടെ പട്ടാമ്പിക്ക് പോയിട്ട്, അപ്പോൾ അത് ഞാൻ അറിഞ്ഞില്ല. ഞങ്ങളാണെങ്കിൽ ഇതൊക്കെ റെഡിയാക്കി വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പട്ടാമ്പിയിലാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞാനും തേജപ്പനും കൂടി അത് കഴിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ വിൻഷേട്ടൻ വന്നു. അപ്പോൾ തേജു തുടങ്ങി പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് മുന്നിട്ട് ചാടി ഇറങ്ങണ ആളാട്ടെ തേജു. ഒരു പടക്കം പൊട്ടിക്കണ സൗണ്ട് കേട്ടതേ ഇതായി ഉണ്ടാവും വീട്ടിലെ അവസ്ഥ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, പടക്കങ്ങൾ എന്നും ഞങ്ങൾക്ക് വീക്ക്നെസ് ആണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. വാങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വാങ്ങിക്കഴിഞ്ഞത് എന്തിനാ ഒരു മേശപ്പൂ കത്തിച്ചാൽ മതി. തേജുവിൻ്റെ അവസ്ഥ ഇങ്ങനെയാട്ടെ. എങ്ങനെയാണ് ഞങ്ങൾ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന ഒരു ഐഡിയ ഇല്ല. എന്നെ അതേ പുറത്തേക്ക് വിടണൂല. എന്നെയും പിടിച്ചിട്ട് ഇതേ എൻ്റെ മടിയിൽ കയറിയിരുന്ന് അകത്ത് കയറി വാതിൽ പൂട്ടിയിട്ടിരിക്കണ ഇരുത്താണ് കേട്ടോ. അത് എന്നെയാണെങ്കിൽ ഇതേ ഒരു കമ്പിപ്പൂതിരി കത്തിക്കാൻ പോലും വിടുന്നില്ല കേട്ടോ. അമ്മ ഇവിടെ ഇരുന്ന് അച്ഛൻ പൊട്ടിച്ചോട്ടെ പറഞ്ഞിട്ട് എന്നെയും കൂട്ടിയിട്ട് ആ അകത്ത് കയറി വാതിൽ പൂട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. തേജ് പടക്കം പൊട്ടിക്കൂല്ലേ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ബൈ.